നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാർട്ടിയിൽ അംഗത്വമില്ല, ഇതുവരെ ഒരു മുദ്രാവാക്യം പോലും വിളിച്ചിട്ടുമില്ല. എന്നാൽ CPMന്റെ പല പാർട്ടി പരിപാടികളിലും മകനോടൊപ്പം വന്ന് പങ്കെടുക്കാറുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്ന ചില വേദികളിൽ മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ വരാറുമുണ്ട്. ആ വേദികളിലൊക്കെ നിറസാന്നിധ്യമായി നിൽക്കാറുമുണ്ട്. ഇതുകൂടാതെ പലപ്പോഴും ഉയർന്നു വന്നിട്ടുള്ള ഒരു വിമർശനമാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ പിന്നാലെ വാലയിൽ കടിച്ചു പോകും. തിരികെ മുഖ്യമന്ത്രി എത്തുമ്പോൾ അത് കഴിഞ്ഞ് എത്തും. പിന്നീട് നടക്കുന്നത് കേരളത്തിൽ വലിയൊരു വിവാദമായിരിക്കും പൊട്ടിപ്പുറപ്പെടുന്നത്. പറഞ്ഞു വന്നത് ആരെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണും. വീണ വിജയനെ കുറിച്ചാണ്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളിൽ മകൾ അനുഗമിക്കുന്നതിനെക്കുറിച്ചും പിന്നീട് ഉയർന്നു വരുന്ന ചില കരാറുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിലുമൊക്കെ വീണ വിജയനും ഇവരുടെ കമ്പനിയും ഉണ്ടാകാറുണ്ട്. ഇതിപ്പോൾ പറഞ്ഞു വരുന്നത് മാസപ്പടി വീണ്ടും വലിയ ഒരു വിവാദമായി മാറുമ്പോൾ വീണ വിജയനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംഭവിക്കുമോ? SFIയോ ഇവർക്കെതിരെ ഇനി എന്ത് നടപടി സ്വീകരിക്കും തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം CMRL കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കേസ് അവസാനിപ്പിക്കണം എന്നുള്ള മട്ടിലായിരുന്നു. അങ്ങനെ അവസാനിപ്പിക്കേണ്ട ഒരു കേസല്ല മാസപ്പടി എന്ന് ഒരു വിഭാഗം വലിയ രീതിയിൽ വിമർശനവും ഉന്നയിക്കുന്നു. വീണ വിജയനെയും പിണറായി വിജയനെയും ഒന്ന് പേടിപ്പിച്ചു നിർത്താൻ കേന്ദ്രം കയ്യിലെടുത്ത ഒരു ആയുധം മാത്രമായിരുന്നില്ലേ ഈ മാസപ്പടി എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. പിണറായി വിജയന്റെ മകൾക്കെതിരെ എത്രയോ അഴിമതി ആരോപണങ്ങൾ, അവരുടെ കമ്പനിക്കെതിരെ എത്രയോ വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊക്കെയും ഒരു തണുപ്പൻ മട്ടായിരുന്നു കേന്ദ്രം കാണിച്ചിരുന്നത്. അത് പിണറായി വിജയനുമായുള്ള ഇവരുടെ ബന്ധം തന്നെയാണ് കാണിക്കുന്നത്. പിണറായി വിജയനും മോദിയും ഭായിമാരാണ് എന്ന് അല്ലെങ്കിൽ തന്നെ ഒരു വിമർശനമുണ്ട്. വീണ വിജയനെ ഇങ്ങനെ സേഫ് ആക്കി നിർത്തുന്നതിലൂടെ അത് വീണ്ടും ഉയർന്നു വരികയും ചെയ്യുന്നു. എന്നാൽ ഒരു വശത്ത് വീണ വിജയന് കുരുക്ക് മുറുകുന്നു, അവരെ ഉടൻ തൂക്കും എന്നുള്ള രീതിയിലൊക്കെ ചില വാർത്തകൾ വരുമ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് CPMന്റെ പ്രധാന ശത്രു. വീണ വിജയന്റെ കഴുത്തിൽ കുരുക്ക് മുറുകിയെന്ന് ദോഷൈക ദൃക്കുകൾ കൂടെ എഴുതിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ആ പറയുന്നത് പൊളിയാണെന്ന്. ഇത്രയേറെ കാലം ഒരു കഴുത്തിലും ഒരു കുരുക്കും നിൽക്കില്ല. ഇത് പൊള്ളയായ ഭാഷാ പ്രയോഗം മാത്രമാണെന്ന് ആർക്കാണ് അറിയാത്തത്? നെഹ്റു എന്ന പേരിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഫിറോസ് ഗാന്ധി എന്ന പേരിൽ പാർലമെന്റ് അംഗമായ ഒരു മരുമകനും. പാർലമെന്റിലെ സിംഹഗർജനമായിരുന്നല്ലോ ഫിറോസ് ഗാന്ധി. ഇപ്പോഴത്തെ മുഹമ്മദ് റിയാസ് ആയിരുന്നില്ല ഫിറോസ് ഗാന്ധി എന്നർത്ഥം. അമ്മായി അപ്പനോടായാലും പറയേണ്ടത് മുഖത്ത് നോക്കി ഫിറോസ് ഗാന്ധി വിമർശിക്കുമ്പോൾ ബന്ധുത്വം നോക്കിയിരുന്നില്ല. പിണറായി വിജയൻ ജന്മാന്തരങ്ങളിലേക്ക് സമ്പാദിച്ചു കൂട്ടുമ്പോൾ നെഹ്റുവും കുടുംബവും കുടുംബത്തിലുള്ളതെല്ലാം രാഷ്ട്രത്തിന് എഴുതി വെച്ചു എന്നതും ചരിത്രം. അമ്മ കടല കൊറിക്കാൻ കൊടുത്ത ഓട്ടക്കാലണ കൊണ്ട് വീണയാകട്ടെ അമ്പര ചുംബികൾ ഉണ്ടാക്കി. പിണറായി വിജയൻ പറയുന്നത് ഭാര്യ കമലാ വിജയൻ സ്കൂളിൽ നിന്ന് അടുത്തൂൺ പറ്റിയപ്പോൾ കിട്ടിയ ചില്ലറ പെൻഷൻ തുട്ട് മകളെ ഏൽപ്പിച്ചിട്ട് കോഴി പൊരുന്താനിരുന്ന പോലെ മുട്ടയിട് എന്ന് കോഴിയെ പ്രലോഭിപ്പിച്ച് കിട്ടിയതാണ് ഈ സമ്പാദ്യമെന്നാണ്. ഓട്ടക്കാലണ കൊണ്ടാണ് എല്ലാം കെട്ടിപ്പൊക്കിയത് എന്നാണ്. സ്നേഹമയിയായ ഒരമ്മ ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു വീണ വിജയന്റെ അവസ്ഥ എന്ന് വെട്ടിത്തുറന്ന് ചോദിക്കുകയാണ് ശക്തിധരൻ. ഇവിടെയാണ് വീണ വിജയനെ എല്ലാ വേദികളിലും, അതായത് പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളിലേക്കും മുഖ്യമന്ത്രി കൂടെ കൂട്ടിയതിന്റെ ഒരു വസ്തുത കൂടി നമുക്ക് ചികഞ്ഞെടുക്കേണ്ടത്. അതായത് എന്നെ പോലെ തന്നെയാണ് എൻ്റെ മകളും, അതായത് എന്നെ എല്ലാവരും അണികളെല്ലാവരും ഉയർത്തി തലപ്പൊക്കത്തിൽ കൊണ്ടു നടക്കുന്നത് പോലെ വരും കാലത്ത് മകളെയും കൊണ്ടു നടക്കണമെന്ന്. ഞാൻ കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് നല്ല പവർ ഉണ്ട് എന്നൊക്കെ അങ്ങ് കാണിക്കാൻ വേണ്ടിയായിരുന്നു എല്ലാ ഇടങ്ങളിലേക്കും പിണറായി വിജയൻ മകളെയും പൊക്കിയെടുത്തുകൊണ്ട് പോയത് എന്നാണ് വിമർശനങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ അത് ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു CPMകാരിലേക്ക് എൻ്റെ മകൾക്കും പവർ ഉണ്ട് എന്ന്. അതാണല്ലോ വീണ വിജയന് നേരെ കേന്ദ്ര ഏജൻസികൾ എന്തെങ്കിലും ഒരു അന്വേഷണവുമായി വന്നാൽ CPMന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും രംഗത്തേക്കിറങ്ങി മെഴുകുന്നത്. ശക്തിധരൻ പറഞ്ഞു വെക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഭാര്യയുടെ പെൻഷൻ കാശുകൊണ്ടാണ് മകൾ IT കമ്പനി തുടങ്ങിയതെന്ന് നിയമസഭയിൽ പിണറായി ഗദ്ഗതകണ്ഠനായി വിശദീകരിക്കുമ്പോൾ ആരാധക വൃന്ദത്തിന്റെ കണ്ണുകൾ തൂവാല കൊണ്ട് ദുഃഖം തുടച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ ഫാരിസ് അബൂബക്കറും കോവളത്തെ ഹോട്ടൽ ഉടമ രവി പിള്ളയും UAEയിലെ രാജാക്കന്മാരുമെല്ലാം ആർക്കാണ് സ്വന്തം എന്ന് ആരും ചോദിക്കരുത്. കമലയിൽ തുടങ്ങി കമലയിൽ അവസാനിക്കുന്ന രാശിചക്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചേക്കണം.
പണ്ട് കണ്ണൂരിൽ ആലാക്കാട്ട് കല്യാണിയുടെ വീട്ടിലെ ചായ്പിൽ രാത്രി ബാക്കി വരുന്ന അത്താഴം അടുത്ത ദിവസത്തേക്ക് ഉറിയിൽ തൂക്കിയിടുകയായിരുന്നു പതിവ്. മറ്റൊരു കിണ്ണത്തിൽ കറുത്ത വറ്റും. അതിനുള്ള പാങ്ങയെന്നുണ്ടായിരുന്നുള്ളൂ. തിരുവനന്തപുരത്തെ എന്റെ ഗ്രാമത്തിലെ പാർട്ടി സെക്രട്ടറി മലയിൻകീഴ് കൃഷ്ണൻ നായരുടെ വീട്ടിലും 70കളിൽ പോലും ഉറിയിലായിരുന്നു ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത്. എന്നെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന പ്രഥമ അധ്യാപകൻ 50 വർഷം പ്രശസ്തനായ നിലയിൽ ഒരു ട്യൂട്ടോറിയൽ കോളേജ് നടത്തിയിട്ടും പാർട്ടി സെക്രട്ടറിയുടെ വീട്ടിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല. ആ വീട്ടിൽ ഒരു കക്കൂസ് ഉണ്ടായിരുന്നില്ല. അടിയന്തരാവസ്ഥയിൽ EK നായനാർ, പുത്തുലത്ത് നാരായണൻ, പിരപ്പൻകോട് മുരളി എന്നീ നേതാക്കളെ ഇതേ വീട്ടിൽ നീണ്ട നാൾ ഒളിവിൽ പാർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു ശൗചാലയം ഇല്ലാതിരുന്നത് എത്ര ക്ലേശമുണ്ടാക്കിയെന്ന് ഊഹിക്കാമല്ലോ. സ്ഫടികം പോലെ സംശുദ്ധമായ ജീവിതത്തിനുടമയായ കൃഷ്ണൻ നായർ സാറിന്റെ ട്യൂട്ടോറിയൽ കോളേജ് ലാഭേച്ഛ ലക്ഷ്യമാക്കിയായിരുന്നില്ല 50 വർഷം പ്രശസ്തമായ നിലയിൽ പ്രവർത്തിച്ചത്. ആ ജീവിതപാത പിന്തുടരണം എന്നായിരുന്നു എന്റെയും ആഗ്രഹം. കൃഷ്ണൻ നായർ സാറിന്റെ സഹധർമ്മിണി ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നതിന് മുൻപായി നായനാർക്കും മറ്റും ഓരോ നേരത്തെയും ആവശ്യത്തിന് ശൗചം ചെയ്യുന്നതിനുള്ള ജലം കലത്തിൽ കോരി വെച്ചിട്ടാണ് പോയിരുന്നത്. കൃഷ്ണൻ നായർ സാർ പാർട്ടിയിൽ നിന്ന് ഒന്നും നേടിയില്ല. ആകെ കൂടി ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി, അതും പാർട്ടിയുടെ അനിഷ്ടത്തോടെ. മക്കൾ വിദ്യാഭ്യാസം നേടി, അതിനനുസരിച്ച് സർക്കാർ ജോലി നേടിയെങ്കിലും ചെറിയ സൗകര്യങ്ങളിൽ ഒതുങ്ങിക്കൂടി. അവരൊന്നും ഒരു പാർട്ടി ക്യൂവിലും പോയി നിന്നില്ല. അച്ഛനോ അമ്മയോ എന്തെങ്കിലും തുട്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ആരും ചോദിച്ചില്ല. അങ്ങനെ വെറും കൈയോടെ ഇറങ്ങിയവരാണ് ലക്ഷോപലക്ഷം കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിലെ ഹതഭാഗ്യർ. സാറിന്റെ മൂത്ത മകൻ KR പ്രതാപന് തലസ്ഥാനത്തെ പോലീസ് കൺട്രോൾ റൂമിൽ മികച്ച സേവനത്തിന് ബഹുമതി ലഭിച്ചത് ഏതാനും ദിവസം മുൻപാണ്. കമലാ വിജയൻ സ്വന്തം മകൾ എങ്ങനെയാണ് വ്യവസായ സാമ്രാജ്യത്തിലെ അധിപയായതെന്ന് പിണറായി വിജയൻ നെഞ്ചിൽ തൊട്ട് പറഞ്ഞിരുന്നെങ്കിൽ അതിൽ ഓരോ കമ്മ്യൂണിസ്റ്റും അഭിമാനിക്കുമായിരുന്നു. നാവ് കളവിന് മാത്രമുള്ള അവയവമാക്കിയിരിക്കുന്ന പിണറായി വിജയൻ ഗീബൽസിന്റെ ശിക്ഷണം നേടിയതിൽ അത്ഭുതപ്പെടാനില്ല. ലോകം മുഴുവൻ പിഴച്ചാലും പെരുന്നുണയെ ഉരുവിടൂ എന്നൊരാൾ ശാഠ്യം പിടിച്ചാൽ എന്തു ചെയ്യും? പാർലമെന്റിൽ അമ്മായിയപ്പൻ ഉണ്ടാക്കുന്ന കോടികളുടെ കരാറുകളിൽ എന്തെങ്കിലും വെട്ടിപ്പോ തട്ടിപ്പോ ഉണ്ടോ എന്നായിരുന്നു ഫിറോസ് ഗാന്ധി ചികഞ്ഞു നോക്കിയിരുന്നത്. സ്ഥാനത്തും അസ്ഥാനത്തും അമ്മായിയപ്പനെ സഭാതലത്തിൽ നിർത്തി പൊരിക്കാനാണ് സ്വന്തം നാവ് അദ്ദേഹം ഉപയോഗിച്ചത്. ആ പ്രധാനമന്ത്രിയാകട്ടെ മരുമകനോട് ഇക്കണ്ട സ്വത്തെല്ലാം കൊണ്ടുപോയി നന്നായി തിന്നോ എന്നല്ല പറഞ്ഞത്. ഞാനും നിന്റെ മുത്തശ്ശനും ഉണ്ടാക്കിയ സ്വത്തെല്ലാം ഈ രാഷ്ട്രത്തിന്റെ മുതലിലേക്ക് പ്രതിഫലം വാങ്ങാതെ കൈമാറുന്നു എന്നാണ് പറഞ്ഞത്. ആ ഭരണകാലത്തും അഴിമതിയുടെ വെടിക്കെട്ടുകൾ പലതും പൊട്ടി. പാർലമെന്റ് അന്നും ഇളകി മറിഞ്ഞു. അതിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടായിരുന്നു. പക്ഷേ അവർ പാർലമെന്റ് ലോബിയിൽ ഇരുന്ന് അടക്കം പറഞ്ഞത് ഇങ്ങനെ അഴിമതിക്കെതിരെ എന്ന പേരിൽ ഇളക്കുന്ന ചന്ദ്രഹാസം യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയനുമായി ഇന്ത്യ ഉണ്ടാക്കിയ കരാറുകൾ തകർത്ത് അമേരിക്കയെ സഹായിക്കാനാണ് എന്നായിരുന്നു. അത് മറ്റൊരു ചരിത്രം. എത്ര ജന്മങ്ങൾക്ക് വേണ്ടതെല്ലാമാണെങ്കിലും ഇന്ത്യയിലും വിദേശത്തുമായി പിണറായി വിജയൻ മുതൽ പേരക്കുട്ടി വരെ വാരി കൂട്ടിക്കോട്ടെ. പക്ഷെ എന്തിനാണ് പെരുന്നുണ പറയുന്നത്? പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലേ? അല്ല എന്നാണ് വിമർശകർ പറയുന്നത്. എന്തിനാണ് പെരും നുണ പറയണമെന്ന് ശാഠ്യം പിടിക്കുന്നത്? താങ്കൾ ആരാണെന്ന് ആർക്കാണ് അറിയാത്തത്? ചെഷസ്ക്യൂവിന്റെ കേരള അവതാരത്തെ ആർക്കാണ് അറിയാത്തത്? കമലാ വിജയൻ അധ്യാപിക പദവിയിൽ നിന്ന് അടുത്തൂൺ പറ്റിയപ്പോൾ പെൻഷനായി ജപിച്ചു കിട്ടിയ തുട്ടുകൾ നുള്ളിപ്പെറുക്കി എടുത്താണല്ലോ വീണയ്ക്ക് കൊടുത്തത്. എന്നിട്ട് ഒരു ആശീർവാദവും, എങ്ങനെയെങ്കിലും നീ ഇതുകൊണ്ട് നന്നായിക്കോ. ഇത്ര വലിയ നുണകൾ നിയമസഭയുടെ ശ്രീകോവിലിനുള്ളിൽ പറയുന്നവൻ സഭയുടെ ചരിത്രമാണ് വ്യഭിചരിക്കുന്നത്. ചാരിത്രം എന്തെന്ന് പിണറായി ഭക്തർ അറിയാനിടയില്ല. അതറിയുമായിരുന്നെങ്കിൽ ശശിമാർ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഇതായിരുന്നു ശക്തിധരൻ കുറിച്ചത്. വീണ വിജയൻ ഉണ്ടാക്കിയതിന്റെ ഒക്കെ കൃത്യമായ കണക്കാണ് പുറത്തേക്ക് വരേണ്ടത്. അല്ലാതെ പെൻഷൻ കാശുകൊണ്ടാണ് മകൾ ഇത്ര വലിയ നിലയിലെത്തിയത് എന്ന് നിയമസഭയിൽ വന്നിരുന്ന് പറഞ്ഞ് അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കേരളത്തിലെ എല്ലാവരും തയ്യാറാകില്ല. നിങ്ങളുടെ അടിമകൾ അത് വിശ്വസിക്കുമായിരിക്കും. പക്ഷേ എല്ലാവരും അതങ്ങ് വിശ്വസിച്ചോണം എന്നുള്ള ഏകാധിപതിയുടെ ഈ സ്വഭാവമുണ്ടല്ലോ, അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.